എറണാകുളം കലൂരിലെ നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് വേദിയിൽ നിന്ന് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കസേരയിൽ ഇരുന്ന ഉമാ തോമസിനോട് മറ്റൊരു സീറ്റിലേക്ക് മാറാൻ സംഘാടകർ ഒരാൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതാ വീഴുന്ന ദൃശ്യങ്ങൾ വളരെ കാണുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ദൃശ്യങ്ങൾ. കാരണം വളരെ പതുക്കെയാണ് കയറി ചെല്ലുന്നതും ശ്രദ്ധയോടെയാണ് ഉമാ തോമസ് അങ്ങോട്ടേക്ക് വേദിയിലേക്ക് എത്തുന്നതും. പക്ഷേ അവിടെ സ്ഥലമുണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ആ മുൻനിരയിലെ കസേര അതിന് ഒരാൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ കഴിയാത്ത രീതിയിലാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ അഥവാ ഒന്ന് കാല് തെറ്റിയാൽ ഒന്ന് പിടിക്കാൻ പോലും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. സമീപത്ത് നിന്നിരുന്ന മറ്റൊരു സ്ത്രീ മറികടന്ന് പോകുമ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നടക്കാനിടമില്ലാത്ത വിധമാണ് വേദി ഒരുക്കിയതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ദൃശ്യങ്ങൾ പറയുന്നുണ്ട് അവിടെ എന്താണ് സംഭവിച്ചത്, കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ പറയുകയാണ്. ഇതുവരെയും നമുക്ക് ലഭിച്ചിരുന്നത് ഉമാ തോമസ് വീണതിന് ശേഷമുള്ള ദൃശ്യങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ വേദിയിൽ അന്ന് എന്താണ് നടന്നത് എന്ന് വ്യക്തമാക്കുന്ന അപകടത്തിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഉമാ തോമസ് ആദ്യം വന്ന് അവർ ഒരു ചെയറിലിരിക്കുന്നുണ്ട്. അതിനുശേഷം അവരോട് അങ്ങോട്ടേക്ക് മാറിയിരുന്നോളൂ എന്ന് പറയുന്നുണ്ട്. ആ മാറുന്നതിനിടെ ഒരു സ്ത്രീയെ മറികടന്ന് പോകുന്നതിനിടെയാണ് ഉമാ തോമസ് സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണിരിക്കുന്നത്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, അപകടത്തിന്റെ ദൃശ്യം പുറത്തു വരുമ്പോൾ വ്യക്തമാണ് ആ സ്റ്റേജ് നിർമ്മിച്ചതിലെയും ആ സംഘാടനത്തിലെയും പാകപ്പിഴ. അശ്വതി, ഇതിനപ്പുറത്തേക്ക് മറ്റൊരു തെളിവും വേണ്ട. എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് ദൃശ്യങ്ങൾ സഹിതം വ്യക്തമാവുകയാണ്. കാരണം സംഘാടനത്തിൽ എന്ത് വീഴ്ചയുണ്ടായി, എന്താണ് അവിടെ സ്റ്റേജിൽ അവർ ക്രമീകരിച്ചിരിക്കുന്നത് എന്നതെല്ലാം തന്നെ ആ പരാതികൾ ഉയർന്നിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ അത് ശരിവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. അത് നേരത്തെ അവർ പറഞ്ഞിരുന്നത് അത് അവിടെ ഒരു വരി കസേര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നടന്നു പോകാൻ അതിന് സാധിക്കുമായിരുന്നു എന്നതെല്ലാം തന്നെ പല വാദങ്ങളും അവർ ഉന്നയിച്ചിരുന്നു. അപ്പോഴെല്ലാം തന്നെ നമ്മൾ ദൃശ്യമാധ്യമ പ്രവർത്തകരടക്കം ഇതിൽ ആദ്യം വന്ന ആ വിഷ്വൽസ് അടക്കം വെച്ച് പറഞ്ഞിരുന്നു, ഉദാഹരിച്ചിരുന്നു. അതിൽ ഒരാൾക്ക് നടക്കാനുള്ള വീതി ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴും അതിനെയും ഖണ്ഡിക്കാൻ പല ശ്രമങ്ങളും സംഘാടകരെയോ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ ഒരാൾക്ക് നടന്നു പോകാൻ കഴിയുന്ന കഷ്ടിച്ച് നടന്നു പോകാൻ കഴിയുന്ന ഒരു കാര്യമേ അതിൽ ആ മുൻവരിയിലെ കസേരയ്ക്ക് ഇപ്പുറം ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. അതിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിലിരിക്കാൻ ശ്രമിച്ച കസേരയ്ക്ക് അപ്പുറത്തേക്ക് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. അവരെ അങ്ങോട്ട് നീങ്ങുമ്പോഴാണ് അവിടെ നിന്ന് കാല് വഴുതി വീഴുന്നത്. അതിനൊപ്പം തന്നെ അവിടെ ബാരിക്കേഡ് എന്ന് പറയുന്ന ചെറിയ സംവിധാനം ഉണ്ടായിരുന്ന ഒരു ക്യൂ മാനേജർ, അത് മുഴുവനായിട്ട് തന്നെ അവർ ഉമാ തോമസിന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു ദൃശ്യം കൂടി നമ്മൾ കാണുന്നുണ്ട്. ഇതിനപ്പുറം ഈ സംഘാടകരിൽ അവരെ എഴുന്നേറ്റ് നിന്ന് നോക്കുന്നു എന്നതിനേക്കാൾ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു നോട്ടം മാത്രമായിട്ട് അത് അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് മുഴുവനായിട്ട് തന്നെയും ഒരു സംഘാടകരുടെ വീഴ്ചയിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നത്. എന്താണ് സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകതയെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി തരുന്ന ദൃശ്യങ്ങൾ തന്നെയാണിത്. ഇതിൽ സ്റ്റേജ് നിർമ്മാണത്തിൽ അടക്കം വീഴ്ച ഉണ്ടായിരുന്നു. സ്റ്റേജ് നിർമ്മാണം മാത്രമല്ല, സ്റ്റേജ് അവരോട് നിർമ്മിച്ച് നൽകാൻ പറയുമ്പോൾ അതിനകത്തെ എന്തെല്ലാം സംവിധാനങ്ങൾ വേണം, ആരൊക്കെ എങ്ങനെ നടക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിലൊരു അവിടെ നടക്കാനുള്ള വീതിയും കാര്യങ്ങളും എല്ലാം ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായും സംഘാടകരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവരുള്ള ഒരു വേദി കൂടിയാണ്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതാണ്. അതില്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ കേസിൽ സംഘാടകരുടെ കൃത്യമായ അവരുടെ ഒരു കുറ്റകൃത്യം തന്നെയാണ് വ്യക്തമാകുന്നത്. അവർക്ക് ഇക്കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അവർ സംഘാടകരടക്കം ആ വേദിയിലുണ്ട്. അവർ തന്നെയാണ് നിർദ്ദേശിക്കുന്നത് മാറിയിരിക്കാനും കാര്യങ്ങൾ. അതെ ഡാനി, അത് സിജോയ് വർഗീസ് ആണ്. സിജോയ് വർഗീസിനെ നമുക്ക് വ്യക്തമായ വേദിയിൽ കാണാം. സിജോയ് വർഗീസ് ആണ് ഉമാ തോമസിനോട് പറയുന്നത് വേണമെങ്കിൽ അങ്ങോട്ടിരിക്കാമെന്ന്. ആ മുൻനിരയിലിരുന്ന സ്ത്രീയെ പുറകിലേക്ക് മാറ്റുന്നുമുണ്ട്. അതിനിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. സിജോയ് വർഗീസ് ആണ് ഉമാ തോമസിനോട് പറയുന്നത്. അത് ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്. വളരെ കൃത്യമാണ്. സിജോയ് വർഗീസാണ് അതിൽ വ്യക്തമായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നത്. നേരത്തെയും ഇതിന്റെ തുടക്കത്തിൽ തന്നെ, വളരെ തുടക്കത്തിൽ തന്നെ സിജോയ് വർഗീസ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് സംഘാടകരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം രംഗത്ത് വരികയും ചെയ്തിരുന്നു. അന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നതാണ്. മാത്രവുമല്ല പല രീതിയിലുള്ള ആരോപണങ്ങൾ, ഈ സംഘാടനം സംബന്ധിയായ കാര്യങ്ങളിലെല്ലാം തന്നെ ഇവർക്കെതിരെയും ഗുരുതര ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി അത് കൃത്യമായിട്ട് പറയുകയാണ്. ഈ സംഘാടകർ ഇവരെ മറ്റൊരു ഇടത്തേക്ക് മാറി ഇരിക്കാൻ നിർദ്ദേശിക്കുന്നു
എടുക്കുമ്പോൾ അവിടെ അതിന് നടന്നു പോകാൻ പോകുന്നൊരു സ്ഥലം പോലും അവിടെ ഇല്ലായിരുന്നു. അപ്പുറത്തേക്ക് നീങ്ങാൻ പോലുള്ള ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു. അതുമാത്രവുമല്ല, ഇവർ വളരെ പ്രയാസപ്പെട്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ അവർ കയറി വരുന്നത്. കാരണം ഇത് ഈ മൈതാനത്ത് നിന്ന് മറ്റൊരു കോണി വഴി മുകളിലേക്ക് കയറി ഇവിടേക്ക് എത്തുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഇവിടേക്ക് പങ്കെടുക്കുന്നവർ ആരാണ്, അവരുടെ ആരോഗ്യസ്ഥിതികൾ എന്തെല്ലാം, ഇതൊന്നും കണക്കിലെടുക്കാതെ തന്നെയാണ് ഈ ഒരു വേദി നിർമ്മിച്ചിരിക്കുന്നത്. ഈ സംഘാടനത്തിൽ വന്ന വലിയ കെടുകാര്യസ്ഥത തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഒരു സംശയവുമില്ല, ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ വളരെ നിർണായകമാകും. ഇതിന് അവർ കൃത്യമായി ഉത്തരം പറഞ്ഞേ മതിയാവൂ. നേരത്തെയും ഇവിടെ DCC കോൺഗ്രസ് നേതൃത്വം എല്ലാം ഒരുമിച്ച് ആവശ്യപ്പെട്ടത് ഇത് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നത്, അന്ന് ആശുപത്രിയിൽ പിറ്റേ ദിവസം പറഞ്ഞിരുന്നത് സംഘാടനത്തിൽ ഒരു വീഴ്ചയും വന്നിട്ടില്ല എന്ന് പറയുകയുണ്ടായിരുന്നു. സംഘാടനം മികച്ചതായിരുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വന്നത് ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചില്ല എന്നതാണ്. അത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് അവരൊരുക്കേണ്ടതായിരുന്നു. അപ്പോഴും സംഘാടകരല്ല ഇതിന്റെ ഒരു ഉത്തരവാദി എന്നൊരു ചോദ്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം വ്യക്തമാവുകയാണ്. ആർക്കാണ് ഇതിന് പരിപൂർണമായ ഉത്തരവാദിത്വം എന്നത്. അതവിടെ കസേര മാത്രം ഇതെല്ലാം തന്നെ സജി ചെറിയാൻ അവിടെ തൊട്ടടുത്തുണ്ട്. സജി ചെറിയാന്റെ അടുത്തേക്ക് ഉമാ തോമസ് പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഡാനി. കാരണം ഒരു കസേരയിൽ ഇരുന്നതാണ് ഉമാ തോമസ്. ആദ്യം വന്ന ആ വേദിയിൽ ആ കസേരയിൽ വളരെ സേഫായി ഇരിക്കുന്നു. അതിനുശേഷം സിജോയ് വർഗീസ് പറയുന്നതിനനുസരിച്ചാണ് സജി ചെറിയാന്റെ അടുത്തേക്ക് ആ കസേരയിലേക്ക് ഇരിക്കാനായി പോകുന്നത്. ആ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന രീതിയിൽ ഒഴിഞ്ഞു മാറുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഉമാ തോമസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അബദ്ധം പറ്റിയതോ അല്ലെങ്കിൽ ഉമാ തോമസ് ശ്രദ്ധിക്കാതെ പോയതോ ശ്രദ്ധക്കുറവോ അല്ല എന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നുണ്ട് ഡാനി. വളരെ കൃത്യമാണ്. കാരണം ഇതിനപ്പുറത്തേക്ക് മറ്റൊരു തെളിവും ഇതിൽ സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയെക്കുറിച്ച് പറയാനായിട്ട് വേണ്ട എന്നുള്ളതാണ്. കാരണം ഇത് ഉമാ തോമസ് അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ അവരെ വളരെ ഒതുങ്ങി ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി തന്നെ തീർച്ചയായും അവരെ മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത് സംഘാടകനായ സിജോ വർഗീസിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം അവർ പിറകിൽ നിന്ന് പറയുന്നുണ്ട് അടുത്ത സീറ്റിലേക്ക് എന്ന് പറയുമ്പോൾ അത് നീങ്ങിയിരിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അതിന് തൊട്ട് മുന്നിൽ ഒരാൾ കൂടിയുണ്ട്. അവരെ പോലും മറികടന്നു പോകാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു സ്ഥല സംവിധാനമോ കാര്യമോ ഒന്നും തന്നെയില്ല. ഇത്രയും ഉയരത്തിൽ, ഇത് ഒരു 15 അടിയോളം ഉയരത്തിൽ എന്ന് FIR-ൽ തന്നെ പറയുന്നിടത്ത് ഇത്രയും പ്രധാനപ്പെട്ട ആളുകൾ കടന്നു വരുമ്പോൾ അവർക്ക് കടന്നു പോകാൻ അല്ലെങ്കിൽ ഒരാളെ മറികടന്നോ ഏതെങ്കിലും ഒരു അടിയൻ സാഹചര്യത്തിൽ നീങ്ങിപ്പോകാൻ കഴിയാവുന്നതുമായ യാതൊരു രീതിയിലുള്ള ആലോചനകൾക്കോ ഒന്നിനും ഇടം നൽകാതെ തന്നെയാണ് അവിടെ ഇത്തരം ക്രമീകരണങ്ങൾ ഒരുക്കിയത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആലോചന ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നത് പോലും സംശയമാണ്. തോന്നിയ വഴി അത് ഈ സംഘാടനം നടത്തിയെന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. തോന്നും വഴി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ഈ അപകടത്തിലേക്ക് ഇവരെല്ലാം തന്നെ നയിച്ചത്. അവിടെ മന്ത്രി അടക്കം മറ്റെല്ലാവരും തന്നെ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പാലിക്കേണ്ട ഒരു പ്രോട്ടോകോൾ എന്ന മിനിമം മര്യാദ പോലും ഇല്ലാതെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. എന്നിട്ടും വലിയ വായിൽ സംഘാടകർ ഇപ്പോഴും തന്നെ തങ്ങൾക്ക് യാതൊരു വീഴ്ചയും പറ്റിയിട്ടില്ല. പറ്റിയതെല്ലാം തന്നെ ഉമാ തോമസ് അവിടെ നിന്ന് MLA അവിടെ നിന്ന് തെന്നി വീണു എന്ന രീതിയിൽ തന്നെ ആണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഈ സംഘാടനത്തിലെ വലിയ പിഴവ് തന്നെയാണ്. ഈ സംഭവം ഉണ്ടായി വിശദീകരണം ചോദിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞ വാദം, സംഘാടകർ ആദ്യം പറഞ്ഞ വാദം ഇതാണ്: കാഴ്ച മുടങ്ങുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവിടെ ഒന്നും തടസ്സം വെക്കാത്തതെന്ന്. ഈ റിബൺ വലിപ്പത്തിലൊരു ഇരുമ്പ് കമ്പി ബലമായി കെട്ടിയിരുന്നെങ്കിൽ ഈ അപകടം സംഭവിക്കില്ലായിരുന്നു. ഉമാ തോമസ് അവിടെ ഒന്ന് പാളിപ്പോകുമ്പോൾ ഒന്ന് പിടിക്കുമ്പോൾ അവിടെ നിന്നേനെ ഉമാ തോമസ്. പക്ഷെ അത് റിബൺ ആയിപ്പോയി എന്നുള്ളതാണ്. കാഴ്ച മറയുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്നുള്ള മുട്ടാപ്പോക്ക് ന്യായം പറയുകയായിരുന്നു അവർ. വെറും മുട്ടാപ്പോക്ക് മാത്രമല്ല, ഇതിൽ യാതൊരു യുക്തിയും ഇല്ലാതെ ഈ കാര്യങ്ങൾ സുരക്ഷ എന്നത് സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നതുപോലും സംശയമാണ്. അവരാകെ ശ്രദ്ധിച്ചിരുന്നത് അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരുപക്ഷെ സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കാം ചിന്തിച്ചിട്ടുള്ള തോന്നുക. കാരണം അതിനപ്പുറത്തേക്ക് ഇതിൽ പങ്കെടുക്കുന്നവർ, ഇതിൽ കാണാൻ ഇവിടേക്ക് എത്തുന്നവർ, അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു സുരക്ഷയും കാര്യങ്ങളും ഒരുക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആലോചിച്ചിട്ടുണ്ടോ എന്നത് പോലും സംശയകരമാണ്. കാരണം ഈ രീതിയിലായിരുന്നു പരിപാടി ആസൂത്രണം ചെയ്തത്. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു തെളിവും ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഈ സംഘാടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരോട് ഇന്ന് കോടതി നിർദ്ദേശ
പ്രകാരം പോലീസിന് മുൻപാകെ ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെയാണ് ഈ നിർണായകമായ തെളിവുകൾ പുറത്തു വരുന്നത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. കാരണം ഇതിനപ്പുറത്തേക്ക് ഈ സംഘാടനം സംബന്ധിച്ച് മറ്റൊരു കാര്യങ്ങളും അന്വേഷണത്തിന് പോലും വേണ്ട. കാരണം ഇവർ ഈ രീതിയിലാണ് ഇതെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ആർക്കു വേണ്ടിയാണ്, ആരുടെ ലാഭത്തിന് വേണ്ടിയാണ് എന്ന വലിയ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ സംഘാടനം സംബന്ധിച്ച വലിയ ചോദ്യങ്ങളും സംശയങ്ങളും എല്ലാം തന്നെ ഉയരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇത് വരുന്നത്. ഇത് ഉമാ തോമസ് MLA അവിടെ നിന്ന് തെന്നി വീണു, അത് അവർക്ക് ബാലൻസ് കിട്ടിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണ്, ആർക്കാണ് ഇതുപോലുള്ള ഈ ചെറിയൊരു സംവിധാനത്തിലൂടെ നടന്ന് മുന്നോട്ട് പോകാനായിട്ട് കഴിയും? അത്ര അഭ്യാസികളായ ആരും തന്നെയും ഇതിൽ പങ്കെടുക്കുന്നില്ല. അതിലൂടെ നടന്നു പോകുമ്പോൾ ഇപ്പോൾ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്